കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ വിശദാംശങ്ങളും മന്ത്രിസഭ വിശദമായി പരിശോധിച്ചു. 2014 ഫെബ്രുവരി അവസാനിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ലഭിച്ച ഫയൽ 2,30,711. അത് 2014 ഫെബ്രുവരി ഡിസ്പോസ് ചെയ്തിട്ടുള്ളത് 56,878 തീരുമാനങ്ങൾ എടുത്തത്. 1,73,833 ഫയൽ ഇനിയും തീരുമാനമാകാതെ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതിനു പുറമെ വകുപ്പ് അധ്യക്ഷന്മാരുടെ ഓഫീസുകളിൽ 2,55,862 ഫയൽ തീരുമാനത്തിന് അയച്ചതിൽ ഡിസ്പോസ് ചെയ്തത് 41,225 മാത്രമാണ്. അതായത് 16% മാത്രം. 2,14,637 ഫയൽ 84%. 2,14,637 അത്രയും ഫയൽ HODമാരുടെ ഓഫീസിലും കെട്ടിക്കിടക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഗൌരവമായി ഇന്ന് ക്യാബിനറ്റ് ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു തീരുമാനം 3 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഫയലുകൾ യുക്തിപൂർവവും നിയമപരമായ തീരുമാനങ്ങളെടുത്ത് ഈ 100 ദിവസത്തിനുള്ളിൽ 3 കൊല്ലത്തിലേറെ ഫയലുകൾ ഡിസ്പോസ് ചെയ്യുന്നതാണ്. ബാക്കി അവശേഷിക്കുന്ന ഫയലുകൾ സംബന്ധിച്ച് ഒരു ഇന്റൻസീവ് ഡ്രൈവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നടപടികൾ നിർദ്ദേശിക്കുന്നതാണ്. കോസ്റ്റൽ റെഗുലേഷൻ സോൺ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി ജനവിഭാഗത്തിനടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് വിശദമായി മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയുണ്ടായി. കോസ്റ്റൽ റെഗുലേഷൻ സോൺ സംബന്ധിച്ച് കേന്ദ്ര നിയമത്തിൽ കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വേണമെന്ന പൊതുവായ ധാരണയാണ് ക്യാബിനറ്റ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത ബുധനാഴ്ച രാവിലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും മറ്റ് ബന്ധപ്പെട്ടവരുമായും ക്യാബിനറ്റ് തന്നെ ചർച്ച നടത്തി ആവശ്യമായ ഭേദഗതികളും കൈക്കൊള്ളേണ്ട നടപടികളും തീരുമാനിക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷൻ നടത്തിയ ഫീസിബിലിറ്റി സ്റ്റഡി ഓഫ് പ്രപ്പോസ്ഡ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം ഇൻ കേരള. അത് ഒന്നാമത്തെ ഘട്ടം ഇപ്പോൾ ഡബിൾ ലൈൻ പൂർത്തിയായിട്ടുള്ള തിരുവനന്തപുരം മുതൽ ചങ്ങന്നൂർ വരെയാണ്. പ്രാഥമിക പഠന റിപ്പോർട്ട് മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷന്റെ CMD രാകേഷ് സക്സേന ക്യാബിനറ്റിൽ അവതരിപ്പിച്ചു. ഇതിന് പ്രാഥമികമായ കണക്കനുസരിച്ച് മൊത്തം ഉണ്ടാകുന്ന ചെലവ് 3,330 കോടി.